വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 1 ദിനവൃത്താന്തം 7-ാം അധ്യായം. ഇസാക്കറിന്റെ പുത്രന്മാർ തോല, ഫൂവ, യാഷൂബ്, ഷിമ്രോൻ എന്നിങ്ങനെ 4 പേർ. തോലായുടെ പുത്രന്മാർ ഉസി, റഫായ, യെറിയേൽ, യഹ്മായി, ഇബ്സാം, സാമുവേൽ. ഇവർ തോലായുടെ പിതാക്കന്മാരുടെ ഭവന തലവന്മാരും അവരുടെ തലമുറകളിൽ വീരയോദ്ധാക്കളുമായിരുന്നു. ദാവീദിന്റെ ദിനങ്ങളിൽ അവരുടെ സംഖ്യ 20,600 ആയിരുന്നു. ഉസിയുടെ പുത്രന്മാർ ഇസ്രാഹിയ, ഇസ്രാഹിയുടെ പുത്രന്മാരായ മിഖായേൽ, ഒബാദിയ, ജോയേൽ, ഇഷിയ എന്നിവർ. 5 പേരും തലവന്മാരായിരുന്നു. അവർക്ക് അവരുടെ തലമുറകൾക്ക് തങ്ങളുടെ പിതാക്കന്മാരുടെ ഭവനത്തിനു വേണ്ടി 36,000 യുദ്ധവീരന്മാരുടെ ഒരു സൈന്യമുണ്ടായിരുന്നു. കാരണം അവർ ഭാര്യമാരെയും പുത്രന്മാരെയും വർദ്ധിപ്പിച്ചിരുന്നു. അവരുടെ സഹോദരന്മാരിൽ നിന്ന് ഇസാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങൾക്കുമായി ആകെ 87,000 ശക്തന്മാരായ യോദ്ധാക്കൾ പേരു ചേർത്തിരുന്നു. ബെഞ്ചമിന്റെ പുത്രന്മാർ ബേല, ബേക്കർ, യെദിയായേൽ എന്നിങ്ങനെ 3 പേർ. ബേലായുടെ പുത്രന്മാരായ യെസ്ബോൻ, ഉസി, ഉസിയേൽ, യെറിമോത്ത്, ഈറി എന്നീ 5 പേർ തങ്ങളുടെ പിതാക്കന്മാരുടെ ഭവനത്തിന്റെ ശക്തരായ യോദ്ധാക്കളായിരുന്നു. വംശാവലി പ്രകാരം പേരു ചേർക്കപ്പെട്ടവർ 20,034 പേരായിരുന്നു. ബേക്കറിന്റെ പുത്രന്മാർ സെമിറ, യോവാഷ്, എലിയേസർ, എലിയോവേനായ്, ഓമ്രി, യെരേമോത്ത്, അബിയ, അനാത്തോത്ത്, അലേമേത്ത്. ഇവരെല്ലാം ബേക്കറിന്റെ പുത്രന്മാരായിരുന്നു. വംശാവലി പ്രകാരം തങ്ങളുടെ പിതാക്കന്മാരുടെ ഭവനത്തിന്റെ തലവന്മാരായി പേരു ചേർക്കപ്പെട്ട യോദ്ധാക്കൾ 20,200 പേരായിരുന്നു. യെദിയായേലിന്റെ പുത്രൻ ബിൽഹാൻ, ബിൽഹാന്റെ പുത്രന്മാർ യെയീഷ്, ബെഞ്ചമിൻ, ഏഹൂദ്, കെനാന, സേത്താൻ, തർഷീഷ്, അഹിഷാഹർ എന്നിവരായിരുന്നു. യെദിയായേലിന്റെ ഈ മക്കളെല്ലാം തങ്ങളുടെ പിതാക്കന്മാരുടെ തലവന്മാരായിരുന്ന വീരയോദ്ധാക്കളായിരുന്നു. യുദ്ധത്തിന് സൈന്യസജ്ജരായിരുന്ന ഇവർ 17,200 പേരായിരുന്നു. ഈറിന്റെ പുത്രന്മാർ ഷുപ്പീമും ഹുപ്പീമും അഹേറിന്റെ പുത്രൻ ഹുഷീമുമായിരുന്നു. നഫ്താലിയുടെ പുത്രന്മാർ യഹസിയേൽ, ഗൂനി, യേസർ, ബിൽഹായുടെ പുത്രൻ ഷല്ലൂം എന്നിവരായിരുന്നു. മനാസയുടെ പുത്രന്മാർ അവന്റെ അരമായക്കാരിയായ ഉപനാരി പ്രസവിച്ച അസ്രിയേൽ. അവളാണ് ഗിലയാദിന്റെ പിതാവായ മാഹീറിനെ പ്രസവിച്ചത്. മാഹീർ ഹുപ്പീമിനും ഷുപ്പീമിനും വേണ്ടി ഭാര്യമാരെ കണ്ടെത്തി. അവന്റെ സഹോദരിയുടെ പേര് മാഹ എന്നായിരുന്നു. രണ്ടാമന്റെ പേര് സെലോഫഹാദ്. സെലോഫഹാദിന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. മാഹീറിന്റെ ഭാര്യ മാഹ ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ അവനെ പേരെഷ് എന്ന് വിളിച്ചു. അവന്റെ സഹോദരന്റെ പേര് ഷേരെഷ്. അവന്റെ പുത്രന്മാർ ഊലാമും റേക്കേമും. ഊലാമിന്റെ പുത്രൻ ബദാൻ. ഇവർ മനാസയുടെ പുത്രനായ മാഹീറിന്റെ പുത്രൻ ഗിലയാദിന്റെ പുത്രന്മാർ ആയിരുന്നു. ഇഷ്ഹോത്ത്, അബിയേസർ, മഹ്ല എന്നിവരെ അവന്റെ സഹോദരിയായ ഹമ്മോലേഹത്ത് പ്രസവിച്ചു. ഷെമീദായുടെ പുത്രന്മാർ അഹ്യാൻ, ഷെക്കേം, ലിഖി, അനിയാം എന്നിവരായിരുന്നു. എഫ്രായിമിന്റെ പുത്രൻ ഷുത്തലേഹ് ആയിരുന്നു. അവന്റെ പുത്രൻ ബേരത്ത്. അവന്റെ പുത്രൻ താഹത്ത്. അവന്റെ പുത്രൻ എലയാദ. അവന്റെ പുത്രൻ താഹത്ത്. അവന്റെ പുത്രൻ സാബത്ത്. അവന്റെ പുത്രൻ ഷുത്തേലഹ്. ഏസർ, എലയാദ് എന്നിവരെ തങ്ങളുടെ കന്നുകാലികളെ അപഹരിക്കാൻ വന്നതിനാൽ ആ ദേശത്ത് ജനിച്ചവരായ ഗത്തുകാർ വധിച്ചു. അവരുടെ പിതാവായ എഫ്രായിം അവരെ കുറിച്ച് വളരെ ദിവസങ്ങൾ വിലപിച്ചു. അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പിക്കാൻ ചെന്നു. പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു.
അവൻ അതിന് ബറിയ എന്ന് പേരിട്ടു, കാരണം അവന്റെ ഭവനത്തിൽ അനർത്ഥം സംഭവിച്ചിരുന്നു. അവന്റെ പുത്രിയായിരുന്നു ഷേറ. അവൾ താഴെയും മേലെയുമുള്ള ബത്ത്ഹോരോണും ഉസൽഷേരായും നിർമ്മിച്ചു. അവന്റെ പുത്രനായിരുന്നു റേഫാഹ്, അവന്റെ പുത്രൻ റേസഫ്, അവന്റെ പുത്രൻ തേലഹ്, അവന്റെ പുത്രൻ തഹൻ, അവന്റെ പുത്രൻ ലാദാൻ, അവന്റെ പുത്രൻ അമ്മീഹുദ്, അവന്റെ പുത്രൻ എലിഷാമ, അവന്റെ പുത്രൻ നോൻ, അവന്റെ പുത്രൻ ജോഷ്വ. അവരുടെ അവകാശങ്ങളും വാസസ്ഥലങ്ങളും ബേഥേലും അതിന്റെ ഗ്രാമങ്ങളും, കിഴക്ക് നാരാനും പടിഞ്ഞാറ് ഗേസറും അതിന്റെ ഗ്രാമങ്ങളും, ഷെക്കേമും അയ്യാവരെ അതിന്റെ ഗ്രാമങ്ങളും, മനാസയുടെ പുത്രന്മാരുടെ ദേശത്തിനരികെ ബേത്ത്ഷയാനും അതിന്റെ ഗ്രാമങ്ങളും, താനാക്കും അതിന്റെ ഗ്രാമങ്ങളും, മെഗിദോയും അതിന്റെ ഗ്രാമങ്ങളും, ദോറും അതിന്റെ ഗ്രാമങ്ങളും. ഇസ്രായേലിന്റെ മകനായ ജോസഫിന്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു. ആഷേറിന്റെ മക്കൾ ഇമ്ന, ഇഷ്വ, ഇഷ്വി, ബറിയ, അവരുടെ സഹോദരി സേരഹ് എന്നിവരായിരുന്നു. ബെറിയായുടെ പുത്രന്മാർ ഹേബറും ബിർസായിത്തിന്റെ പിതാവായ മൽക്കിയേലുമായിരുന്നു. യാഫ്ലെത്ത്, ഷൊമേർ, ഹോത്താം, അവരുടെ സഹോദരി ഷൂവ എന്നിവരെ ഹേബർ ജനിപ്പിച്ചു. യാഫ്ലെത്തിന്റെ പുത്രന്മാർ പസാഹ്, ബിംഹാൽ, അശ്വത്. ഇവർ യാഫ്ലെത്തിന്റെ പുത്രന്മാരായിരുന്നു. അവന്റെ സഹോദരനായ ഷേമറിന്റെ പുത്രന്മാർ റോഹ്ഗ, യഹൂബ, ആരാം എന്നിവരായിരുന്നു. അവന്റെ സഹോദരനായ ഹേലേമിന്റെ പുത്രന്മാർ സോഫാക്, ഇമ്ന, ഷേലെഷ്, അമാൽ എന്നിവരായിരുന്നു. സോഫാഹിന്റെ പുത്രന്മാർ സൂവ, ഹർനേഫർ, ഷൂവാൽ, ബെറി, ഇമ്ര, ബേസർ, ഹോത്ത്, ഷമ്മ, ഷിൽഷ, ഇത്രാൻ, ബേര എന്നിവരായിരുന്നു. യഫൂന്നെ, പിസ്പ, അര എന്നിവരായിരുന്നു യേത്രന്റെ പുത്രന്മാർ. ഉല്ലയുടെ പുത്രന്മാർ അര, ഹന്നിയേൽ, റിസിയ എന്നിവരായിരുന്നു. ആഷേറിന്റെ പുത്രന്മാരായ ഇവരെല്ലാം തങ്ങളുടെ പിതാക്കന്മാരുടെ ഭവനത്തിന്റെ തലവന്മാരും പരിശീലനം ലഭിച്ച വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരുടെ നേതാക്കളുമായിരുന്നു. യുദ്ധത്തിന് സൈന്യത്തിൽ പേര് ചേർത്തിരുന്ന ആളുകളുടെ എണ്ണം 26,000 ആയിരുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം. ആ ദിവസങ്ങളിൽ ഹെസക്കിയ മാരക രോഗിയായി തീർന്നു. ആമോസിന്റെ പുത്രനായ യേശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു, കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കുകയാണ്, ജീവിച്ചിരിക്കുകയില്ല. ഹെസക്കിയ ചുമരിന്റെ നേരെ തന്റെ മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേ സൃഷ്ടികളിൽ പ്രീതികരമായത് അനുവർത്തിച്ചുവെന്നും അങ്ങ് അനുസ്മരിക്കണമേ. ഹെസക്കിയ വലിയ വേദനയോടെ കരഞ്ഞു. അപ്പോൾ യേശയ്യായ്ക്ക് ഇപ്രകാരം കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ഹെസക്കിയായോട് പറയുക, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. ഇതാ, നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അസീറിയ രാജാവിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഈ നഗരത്തെ പ്രതിരോധിക്കുകയും ചെയ്യും. കർത്താവ് അരുൾ ചെയ്ത ഈ വാക്കുകൾ അവിടുന്ന് പൂർത്തിയാക്കുമെന്നതിന് നിനക്ക് കർത്താവിൽ നിന്നുള്ള അടയാളം ഇതാണ്. ആഹാസിന്റെ ഘടികാരത്തിൽ സൂര്യന്റെ പിൻവാങ്ങൽ മൂലം താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്ന ഘടികാര നിഴൽ ഞാൻ ഇതാ 10 ചുവട് പിന്നിലേക്ക് തിരിക്കുന്നു. അങ്ങനെ താഴ്ന്നു കഴിഞ്ഞിരുന്ന ഘടികാരത്തിൽ നിഴൽ 10 ചുവട് പുറകോട്ട് മാറി. രോഗാവസ്ഥയിലായിരുന്ന യൂദാ രാജാവായ ഹെസക്കിയ രോഗവിമുക്തനായപ്പോൾ എഴുതിയത്, ഞാൻ പറഞ്ഞു, എന്റെ ദിനങ്ങളുടെ മധ്യാഹ്നത്തിൽ ഞാൻ പാതാളത്തിലേക്ക് പോകണം, എന്റെ വർഷങ്ങൾ തീർന്നു പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ കർത്തനെ കാണുകയില്ല, ജീവനുള്ളവരുടെ നാട്ടിൽ കർത്തനെ ദർശിക്കുകയില്ല. ലോകവാസികളോടത്ത് ഞാൻ ഈ മനുഷ്യനെ നോക്കുകയില്ല. ആട്ടിടയന്റെ കൂടാരം പോലെ
എന്റെ വസതി എന്നിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ടു. ഞാൻ നെയ്ത്തുകാരനെ പോലെ എന്റെ ജീവിതം ചുരുട്ടിയിരിക്കുന്നു. അമരനായിരിക്കാതെ എന്നെ അവിടുന്ന് മുറിച്ചു നീക്കും. രാവും പകലും അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. പ്രഭാതം വരെ ഞാൻ ശാന്തനായിരുന്നു. അവിടുന്ന് ഒരു സിംഹത്തെ പോലെ എന്റെ അസ്ഥികൾ തകർക്കും. രാപ്പകൽ അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മീവൽ പക്ഷിയെ പോലെയോ കൊക്കിനെ പോലെയോ നിലവിളിക്കും. പ്രാവിനെ പോലെ ഞാൻ നിരങ്ങും. മുകളിലേക്ക് നോക്കി എന്റെ കണ്ണുകൾ തളർന്നിരിക്കുന്നു. കർത്താവേ, ഞാൻ തീവ്ര ദുഃഖത്തിലാണ്. അങ്ങ് എനിക്ക് മാധുര്യമാകണമേ. എനിക്കെന്ത് പറയാൻ കഴിയും? അവിടുന്ന് തന്നെ എന്നോട് സംസാരിക്കുകയും അവിടുന്ന് തന്നെ ഇത് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. എന്റെ മനോവേദന നിമിത്തം എന്റെ വർഷങ്ങൾ മുഴുവൻ ഞാൻ ഇഴഞ്ഞു നീങ്ങുന്നു. നാഥ, ഇത്തരത്തിലാണല്ലോ മനുഷ്യർ ജീവിക്കുന്നത്. ഇവയിലെല്ലാമാണ് എന്റെ ആത്മാവിന്റെ ജീവനം. എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ. ഇതാ, എന്റെ കഠിന വേദന എന്റെ ഐശ്വര്യത്തിന് വേണ്ടിയായിരുന്നു. അങ്ങ് എന്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് നാശത്തിന്റെ കുഴിയിൽ നിന്ന് അങ്ങ് എന്നെ സ്നേഹപൂർവ്വം രക്ഷിച്ചു. പാതാളം അങ്ങയെ സ്തുതിക്കുകയില്ല, മരണം അങ്ങയെ പ്രകീർത്തിക്കുകയില്ല. പാതാളത്തിൽ പതിക്കുന്നവർ അങ്ങയുടെ വിശ്വസ്തതയിൽ പ്രത്യാശ അർപ്പിക്കുകയില്ല. ജീവിച്ചിരിക്കുന്നവൻ തന്നെയാണ് അങ്ങയെ സ്തുതിക്കുന്നത്. ഞാൻ ഇന്നു ചെയ്യുന്നത് പോലെ തന്നെ പിതാവ് മക്കളെ അങ്ങയുടെ വിശ്വസ്തത അറിയിക്കും. കർത്താവ് എന്റെ രക്ഷകനായിരിക്കുന്നു. ജീവിതകാലം മുഴുവൻ തന്ത്രീനാദത്തോടെ കർത്താവിന്റെ ആലയത്തിൽ ഞാൻ അങ്ങയെ കീർത്തിക്കും. അപ്പോൾ ഏശയ്യാ പറഞ്ഞു, അവൻ സുഖം പ്രാപിക്കേണ്ടതിന് ഒരു അത്തിയട എടുത്ത് അവന്റെ പരുവിൽ പുരട്ടുക. ഞാൻ കർത്താവിന്റെ ഭവനത്തിൽ പ്രവേശിക്കുമെന്നതിന്റെ അടയാളം എന്താണെന്ന് അപ്പോൾ ഹെസക്കിയാ ചോദിച്ചു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. പീലാത്തോസ് യേശുവിനെ ചമട്ടികൊണ്ട് അടുപ്പിച്ചു. പടയാളികൾ ഒരു മുൾക്കിരീടമുണ്ടാക്കി അവന്റെ തലയിൽ വെച്ചു. ഒരു ചെമന്ന മേലങ്കി അവനെ അണിയിച്ചു. അവർ അവന്റെ അടുക്കൽ വന്ന്, യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് കൈകൊണ്ട് അവന്റെ കരണത്തടിച്ചു. പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മുൾക്കിരീടവും ചെമന്ന മേലങ്കയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചുകൊള്ളുവേൻ. എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യഹൂദർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ഇവൻ മരിക്കണം. കാരണം ഇവൻ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു. അവൻ വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ്? യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. പീലാത്തോസ് ചോദിച്ചു, നീ എന്നോട് സംസാരിക്കുകയില്ലേ? നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? യേശു പ്രതിവചിച്ചു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. അതിനാൽ എന്നെ നിനക്ക് ഏൽപ്പിച്ചു തന്നവന്റെ പാപം കൂടുതൽ വലുതാണ്. അപ്പോൾ മുതൽ പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമം തുടങ്ങി. എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു, ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിന്റെ സ്നേഹിതനല്ല. തന്നെ രാജാവാക്കുന്ന ആരും സീസറിന്റെ വിരോധിയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം, ഹെബ്രായ ഭാഷയിൽ ഗബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു.
അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. അവൻ യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ. പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ? പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു, സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ